ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്നൊരു സിമ്പിൾ ആൽബം പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ഒരു സിമ്പിൾ ആൽബം പേജ് ഫോട്ടോഷോപ്പിൽ മാനുവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്രിയേഷൻ പേജ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു പുതിയ ലേഔട്ട് എടുക്കാം. അതായത് ഒരു 24x24/15, അതാണ് നോർമൽ എല്ലാവരും ചെയ്യാറ്. 24x15 ഒരു ലേഔട്ട് എടുക്കുക. എസ് ക്രിയേറ്റ്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അതായത് വ്യൂവിൽ പോയിട്ട് ന്യൂ ഗൈഡിൽ 12 ആകുമ്പോൾ അതിൻ്റെ നമുക്ക് അതിൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടി. സോ നെക്സ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. ഒരു ബേബി ഷവറിൻ്റെ ക്രിയേഷൻ എങ്ങനെ ചെയ്യാൻ നോക്കാം സിമ്പിളായിട്ട്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇതാണ് ഫോട്ടോ. ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് പേജിലേക്ക് ആഡ് ചെയ്യാം. സിമ്പിൾ ക്രിയേഷൻ ആണ്, എല്ലാവർക്കും ചെയ്യാം. ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതാ എങ്ങനെയാണ് ചെയ്യുന്ന നോക്കിക്കോളൂ. അതിലേക്ക് ഒരു ക്രിയേഷൻ്റെ ഈ സൈഡ് നമുക്ക് ഒരു ഇത് കിട്ടും, എലിപ്റ്റിക്കൽ ടൂള്. ആ ടൂളിൽ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കോപ്പി എടുക്കാം. എല്ലാവർക്കും അറിയുന്നത്, അത് കുറച്ച് ഫോട്ടോഷോപ്പ് അറിയുന്നവർക്ക് മാത്രമേ ഇത് പെട്ടെന്ന് ക്യാച്ച് ആവൂ. ഫോട്ടോഷോപ്പ് കുറച്ചെങ്കിലും അറിയണം, ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. റൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വീണ്ടും അതിൻ്റെ ഒരു ലെയർ എടുക്കുക, അതേ റൗണ്ടിൻ്റെ. അതിലേക്ക് നമ്മൾ വൈറ്റ് ആഡ് ചെയ്യുക. വൈറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെ അതിലോട്ട് എഡ്ജ്. ഓക്കെ, നെക്സ്റ്റ് അതിലേക്ക് ആ ബ്ലാക്കിലേക്ക് എന്നൊരു ഫോട്ടോ ആഡ് ചെയ്യാം. ഈ ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യാം ബ്ലാക്കിലേക്ക്. ബ്ലാക്ക് സെലക്ട് ചെയ്യുക. Ctrl+Alt+Shift+V. നമുക്കത് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു നോർമൽ ഒരു ഡിസൈൻ വന്നു. അതിനുശേഷം നമുക്കിവിടെ ടൈറ്റിൽ ആഡ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലോഗൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെ എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഞാനത് ആഡ് ചെയ്യുന്നത്. ഫോറെവർ ലവ് ഒന്ന് ആഡ് ചെയ്തു. ഒന്ന് ടൈറ്റൺ ചെയ്തു. കുറച്ച് വലുതാക്കുക. അതിനെ വലുതാക്കി നിങ്ങൾക്ക് ഏത് ഫോണ്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് ഒരു എക്സാമ്പിൾ കൊണ്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ ഈ ഫോറെവറിലേക്ക് നമുക്ക് വേറൊരു ഫോണ്ട് യൂസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഫോറെവർ അങ്ങനെ യൂസ് ചെയ്യാം. ഫോറെവർ ലവ് കൊടുക്കാം. ഇത്രയും സിമ്പിളാണ്. സിമ്പിളായിട്ടൊരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. അതേപോലെ എനിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെന്നെങ്കിൽ, ഞാൻ ഫസ്റ്റേ പറഞ്ഞത് ഫോട്ടോഷോപ്പിൻ്റെ ചെറിയ നോളജിലൊക്കെ ആവും. നോളജ് ഇല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. ബേസിക് ഫോട്ടോഷോപ്പിൻ്റെ ഒരു വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.